ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ഓഫ് സുബു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ബിരിയാണിയാണ്. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബിരിയാണിയുടെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ഒരു 1/2 kg ചെമ്മീനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് മസാലയൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 30 മിനിറ്റ്സ്. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വലിയ പാത്രം എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഇതിൻ്റെ മസാലയും ഉണ്ടാക്കുന്നത്. വറുത്ത് ആ എണ്ണയിൽ തന്നെയാണ് മസാലയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മതിയാവും നെയ്യ്. എണ്ണ നന്നായി തിളച്ചെന്ന് തോന്നുന്നു. നമുക്ക് പ്രോൺസ് എണ്ണയിലേക്കിടാം. ഇവിടെ കാണാം പ്രോൺസിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. പ്രോൺസ് അങ്ങനെ അധികം ഫ്രൈ ആവേണ്ട കാര്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് മുരിച്ചെടുക്കാം. നമ്മുടെ പ്രോൺസ് ഏതാണ്ട് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാനൊരു 7-8 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവാളയൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സവാള ഒരു മീഡിയം ലെവലിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവലാകുന്നിടം വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്കൊരു 16 പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്കിനി ഒരു 2 മീഡിയം സൈസ് തക്കാളി നമുക്ക് ചേർക്കാം. തക്കാളി വഴണ്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട ഉപ്പേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് പോരാൻ തോന്നി. അതുകൊണ്ട് അതിനകത്ത് വീണ്ടും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും
പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏതാണ്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് തട്ടിയിടാം. ഇനി അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ സാധാ മീനിനെ പോലെ പൊടിഞ്ഞു പോകുമെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട, കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ 4 കപ്പ് ജീരകശാല ഗോൾഡൻ ഷെഫിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ മറ്റേ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത അതേ ഓയിൽ തന്നെയാണ് ഇനി നമ്മൾ റൈസ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് കുറച്ച് കറുവപ്പട്ട, തക്കോലം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം, പിന്നെ കുറച്ച് സവാളയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അരിയുടെ ഒരു കിലീലാ സൗണ്ട് കേൾക്കുന്നിടം വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കാം. ഏതാണ്ട് ഈ ഒരു സൗണ്ട് പോലെ വരും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്, അതിൽ ഞാൻ 7.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം, എന്നാലേ നമ്മൾക്ക് ചോറിന് ഉപ്പ് കാണത്തുള്ളൂ. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അരിയിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ആദ്യം 1 ലെയർ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. അത് കുറച്ച് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ അടുത്ത ലെയർ റൈസ് ഇടുക. അതിലേക്ക് മല്ലിയില, മറ്റേ പാലും മഞ്ഞൾപ്പൊടിയുടെയും മിക്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി,
കുറച്ച് ഗരം മസാല, മറ്റേ സവാള ഫ്രൈ ചെയ്തത്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് വാരി വിതറുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം. പഴയ ഏതെങ്കിലും ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ ഫോയിൽ പേപ്പർ തുറന്നാലുണ്ടല്ലോ സാറേ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. ബിരിയാണിയുടെ നല്ല മണം അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, മസാലയൊക്കെ ഉണ്ട്, കളറുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമാകും, എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.